ഞാനൊരു മീറ്റിങ്ങിൽ പോയിട്ട് സംസാരിച്ചു, ധർമ്മക്ഷേത്രി കുരുക്ഷേത്രി എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു കൂടുതൽ പ്രസംഗിക്കേണ്ടെന്നുള്ള അർത്ഥത്തിൽ അധ്യക്ഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന്. പിന്നെ ഇറങ്ങിയപ്പോൾ അയാളെന്താ ഒരു പ്രത്യേക രീതി നോക്കിയിട്ട് അയാളുടെ വീട്ടിൽ ഒരു ധർമ്മക്ഷേത്രം എന്നാണ്. അപ്പോൾ ധർമ്മക്ഷേത്രം അയാളുടെ വീട്ടിനെ പറ്റിയുള്ള സംഭവം, മറ്റേതറിയില്ല. ഈ ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ അറിയാത്ത ഒരുപാട് പേര് ഈ തലമുറയിലുണ്ട്. യുയുത്സവ എന്ന് വെച്ചാൽ അറിയില്ല. കാരണം സംസ്കൃതം അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമുണ്ട്. അപ്പോൾ ഏതെങ്കിലും പൊങ്കാലയെ പറ്റി പറയുകയാണെന്ന് ധരിക്കുന്ന അത്രത്തോളം അക്ഷരശൂന്യരായ ഒരു സമൂഹത്തിൻ്റെ നേരെ ഇപ്പോഴെങ്ങനെ പാട്ടെഴുതും? അതാണ് പാട്ടെഴുത്തുകാരൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സമയത്ത് ജീവിക്കുന്ന ഞാൻ അന്ന് പാട്ടെഴുതാൻ വന്ന മഹാരഥന്മാരെ ഓർമ്മിക്കണ്ടേ? പി ഭാസ്കരൻ, വയലാർ, യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, മങ്കൊമ്പ് ബാലകൃഷ്ണൻ, ബിച്ചു തിരുമല. നല്ല സാഹിത്യ ബോധമുള്ളവരാണെന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്.